എല്ലാവർക്കും നമസ്കാരം. +2 കൊമേഴ്സ് വിദ്യാർത്ഥികളായ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് ക്ലാസ് ആരംഭിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന മിടുമിടുക്കനായ ഫ്രെഡി എന്ന ഒരു കൊച്ചു മിടുക്കൻ്റെ കഥ. ഫ്രെഡിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഫ്രെഡി പഠനത്തിൽ സമർത്ഥനായിരുന്നു. എന്നാൽ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് വായിക്കുന്ന ശീലം ഫ്രെഡിക്ക് ഒരിക്കലും ഇല്ലായിരുന്നു. +2 ക്ലാസ്സിൽ ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ദിവസം ഒരു പുതിയ സബ്ജക്റ്റ് ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചു. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഈ പോയിൻറ്റുകളെല്ലാം വളരെ മനോഹരമായിട്ട് ടീച്ചർ പഠിപ്പിച്ചു, വിശദമായിട്ട് പഠിപ്പിച്ചു. അതിനുശേഷം ടീച്ചർ ക്ലാസ്സിൽ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നാളെ ഈ പോർഷൻ നിങ്ങളെല്ലാവരും എഴുതി കാണിക്കണം. ക്ലാസ്സിൽ നാളത്തെ ആദ്യത്തെ വർക്ക് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എഴുതുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധാപൂർവം കേട്ടു. ക്ലാസ്സുകൾക്ക് ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ഫ്രെഡി പതിവ് പോലെ തൻ്റെ കളികളിലും മറ്റു കാര്യങ്ങളും വ്യാപരിച്ചു. അപ്പോഴാണ് അവൻ ഓർത്തത്, നാളെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന പോർഷൻ ടീച്ചർ എഴുതിക്കാനുള്ള സാധ്യത കൊണ്ട് ടീച്ചർ ടെസ്റ്റ് പേപ്പർ ഇടും. അപ്പോൾ അവൻ പതിവ് പോലെ ചിന്തിച്ചു, ഞാൻ വളരെ മിടുക്കനായ കുട്ടിയല്ലേ, ഞാൻ എന്തിനാണ് ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് എല്ലാ പോയിൻറ്റുകളും വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പോയിൻറ്റുകൾ മാത്രം ഓർത്തിരുന്നാൽ പോരെ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, ഈ പോയിൻറ്റുകൾ മാത്രം ഓർത്തിരുന്നാൽ ഇത് വിശദീകരിക്കാൻ തക്ക കഴിവ് എനിക്കുണ്ട്. അവൻ ആത്മവിശ്വാസം ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവൻ വീണ്ടും ചിന്തിച്ചു, എന്തിനാണ് ഞാൻ ഈ പോയിൻറ്റുകളെല്ലാം ഓർത്തിരിക്കുന്നത്? ഇതിൻ്റെ എല്ലാം ആദ്യത്തെ ലെറ്ററുകൾ, ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ പോരെ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. അപ്പോൾ അവൻ ഇങ്ങനൊരു വാക്ക് ഉണ്ടാക്കിയെടുത്തു. ഈ വാക്ക് ഓർത്തിരുന്നാൽ നാളെ എനിക്ക് ഈ വാക്കിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് ടീച്ചറിൻ്റെ ചോദ്യത്തിന് വളരെ മനോഹരമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും എന്നവൻ ആത്മവിശ്വാസം പൂണ്ടു. അവൻ വീണ്ടും ചിന്തിച്ചു, എന്തിനാണ് ഞാൻ ഈ വാക്ക് പൂർണ്ണമായിട്ടും ഓർത്തിരിക്കുന്നത്? +2 ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി ഞാനാണ്. ഞാൻ എന്തിനാണ് ഈ വാക്ക് മുഴുവൻ ഓർത്തിരിക്കുന്നത്? ഇതിൻ്റെ ഒന്നാമത്തെ അക്ഷരം പി എന്ന് പറയുന്ന ഈ ഒരു അക്ഷരം മാത്രം ഓർത്തിരുന്നാൽ നാളെ എനിക്ക് പി എന്ന വാക്കിൽ നിന്ന്, പി എന്ന ലെറ്ററിൽ നിന്ന് ഈ വാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ വാക്കിൽ നിന്ന് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ് ദൈവാനുഗ്രഹത്താൽ എനിക്കുണ്ട്. പതിവ് പോലെ അവൻ ക്ലാസ്സിലെത്തി. ടീച്ചർ ക്ലാസ്സിൽ വന്നു, എല്ലാവർക്കും പേപ്പറുകൾ കൊടുത്തു. എല്ലാവരും ആൻസറുകൾ എഴുതാനായിട്ട് തുടങ്ങി. ഫ്രെഡി തൻ്റെ പേപ്പർ എടുത്തു വെച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഫ്രെഡിക്ക് പി എന്ന ലെറ്റർ ഓർക്കുവാനായിട്ട് സാധിച്ചില്ല. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങൾ അവന് മനസ്സിലേക്ക് വന്നു. അവൻ മനസ്സിൽ പരതി. അവന് ആൻസർ കിട്ടിയില്ല, പി എന്ന വാക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പി എന്ന അക്ഷരം അവന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഈ വാക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടോ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എഴുതി പൂർത്തിയാക്കുവാനായിട്ടോ സാധിച്ചില്ല. എന്നെ ശ്രവിക്കുന്ന ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികളാണ് നിങ്ങളോട് ഞാൻ ഈ കഥ പറയുന്നത്. ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ 3 ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കഠിനാധ്വാനം ചെയ്യാതെ യാതൊരു കാരണവശാലും നമുക്ക് ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, എത്ര കഠിനാധ്വാനം ചെയ്താലും എത്ര വിദ്യാഭ്യാസം നേടിയാലും നമ്മൾ നല്ല എളിമയുള്ള വ്യക്തികളായിരിക്കണം. മൂന്നാമതായിട്ട്, കഠിനാധ്വാനം കൊണ്ട് മാത്രം ഒന്നുമാകുന്നില്ല, നമുക്ക് ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാവണം. ഫ്രെഡിക്ക് ഇവിടെ സംഭവിച്ചതാണ്. ഫ്രെഡി കഠിനാധ്വാനം ചെയ്തില്ല, കുറുക്കു വഴികൾ സ്വീകരിച്ചു. മാത്രവുമല്ല, ഫ്രെഡി തനിക്കുള്ള കഴിവിൽ അമിതമായിട്ട് വിശ്വാസം അർപ്പിച്ചു, ഒട്ടും പ്രാർത്ഥിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അവന് ആ ഉത്തരം എഴുതാൻ സാധിക്കാതെ വന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2021 മാർച്ച് മാസം നടക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ +2 പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ 2021 മെയ് മാസം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല വിജയം നേടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകണം.
കഠിനാധ്വാനം ചെയ്യണം, വിജയം നിങ്ങളുടെ സ്വന്തമായിരിക്കും. നമുക്കറിയാം +2 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ ഈ വർഷവും പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ മലയാളം നിങ്ങൾക്ക് പഠിക്കാം. എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടൻസി +2 തലത്തിൽ ഹയർ സെക്കൻഡറി 2ാം വർഷത്തിൽ അക്കൗണ്ടൻസി 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 2 പാർട്ടുകൾ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പങ്കാളിത്ത സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനോടൊപ്പം ചേർത്ത് നമ്മൾ അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് പാർട്ട് 1-ൽ. അക്കൗണ്ടൻസിയുടെ പാർട്ട് 1-ൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻസ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ലാഭേതര സംഘടനകളുടെ, ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള പോർഷനിൽ പഠിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ പങ്കാളിത്ത സ്ഥാപനങ്ങളുടെ അഡ്മിഷൻ, പാർട്ട്നേഴ്സിൻ്റെ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അതേസമയം അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ട്സ് ആണ്. കമ്പനി അക്കൗണ്ട്സ് ആൻഡ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ 2ാം വർഷത്തെ കൊമേഴ്സ് ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ നമ്മളുടെ പോർഷൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് പാർട്ടിലാണ്. അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് പാർട്ട് കമ്പനി അക്കൗണ്ട്സ്. എന്താണ് കമ്പനി? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് നമ്മൾ സാധാരണയായിട്ട് കമ്പനി എന്നുള്ള വാക്ക് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഏകദേശം 18 ലക്ഷം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ, കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത 18 ലക്ഷം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ തന്നെ ഏകദേശം 18 ലക്ഷം കമ്പനികളിൽ 12 ലക്ഷം കമ്പനികളും ആക്റ്റീവ് കമ്പനികളാണ്. കമ്പനികളിൽ 12 ലക്ഷം കമ്പനികളും വളരെ ആക്റ്റീവായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ കൊമേഴ്സ് എടുത്തിയ ആൾക്കാരാണ്. നിങ്ങളുടെ ജോലി സാധ്യത എന്ന് പറയുന്നതും കൂടുതലും ഇത്തരത്തിലുള്ള കമ്പനികളിലും ബാങ്കിങ് സ്ഥാപനങ്ങളിലുമാണ്. നമുക്കറിയാം ഇന്ന് കൊമേഴ്സ് വളരെയധികം സാധ്യതകളുള്ളൊരു മേഖലയാണ്. സയൻസ് പോലെ തന്നെ കുട്ടികൾ കൊമേഴ്സിന് ചേരുന്നു. അതിന് കാരണം ഇന്ത്യയിലും വിദേശത്തുമുള്ള ലക്ഷോപലക്ഷം കമ്പനികളിൽ സാധ്യതകൾ നമുക്കുണ്ട്. അപ്പോൾ കമ്പനികൾ എങ്ങനെയാണ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് എന്നാണ് നമുക്ക് ഈ കമ്പനി അക്കൗണ്ട്സിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളത്. കമ്പനി അക്കൗണ്ട്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? നമ്മൾ ആദ്യം പറയേണ്ട കാര്യം അത് തന്നെയാണ്. എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി is a voluntary association of persons formed through a process of law for undertaking a business venture. ഒരു ബിസിനസ് സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി സ്വമേധയാ നിയമപ്രകാരം രൂപീകരിച്ച ഒരു സ്ഥാപനത്തിന് പറയുന്ന പേരാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ബിസിനസ് സ്റ്റഡീസ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, there are different forms of business organizations. ബിസിനസ് ഓർഗനൈസേഷൻസ് നടത്തുന്നതിന് വ്യത്യസ്തമായ അല്ലെങ്കിൽ പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം എന്ന് നമ്മൾ പറയും. നമുക്ക് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും സമീപത്തുമൊക്കെ ഒരാൾ തന്നെ നടത്തുന്ന ബിസിനസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പറയുന്ന പേര് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. രണ്ടാമതൊന്ന് പാർട്ട്ണർഷിപ്പ്. 2 അതിലധികമോ ആൾക്കാർ പണം മുടക്കിക്കൊണ്ട് ലാഭം
വിഭജിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലികൾ, ഹിന്ദു അവിഭക്ത കുടുംബങ്ങൾ ബിസിനസ് നടത്താറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യ. എന്നാൽ പാർട്ട്ണർഷിപ്പിനും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനും പ്രധാനമായിട്ടും 3 ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദർ ആർ 3 demerits for partnership firms and sole proprietorship. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനും പാർട്ട്ണർഷിപ്പിനും 3 ഡീമെരിറ്റ്സ് ഉണ്ട്. ഒന്നാമത് പറയുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ സോഴ്സസ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്ററുടെയും സോഴ്സസ് ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ സമീപത്തുള്ള ഒരു ബിസിനസ് നടത്തുന്നയാൾ, അയാളൊരു സോൾ പ്രൊപ്രൈറ്ററാണ്, ഒരു ഏകാംഗ ബിസിനസ് നടത്തുന്നയാളാണ്. ഹിസ് സോഴ്സസ് ആർ വെരി ലിമിറ്റഡ്. അയാളുടെ സോഴ്സസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അയാളുടെ ഓൺ ഫണ്ട്, ഓൺ ക്യാപിറ്റൽ, സ്വന്തം പണം അയാൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുക്കുന്ന പണം ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്തൊക്കെ ചെയ്താലും അയാളുടെ സോഴ്സ് എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. കാരണം ഒരു പരിധിയിൽ കൂടുതൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പണം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ സോഴ്സസ് ലിമിറ്റഡ് ആണ്. അതാണ് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. രണ്ടാമത് പറയുന്നത് മാനേജീരിയൽ എബിലിറ്റി. അവരുടെ മാനേജീരിയൽ എബിലിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ മാനേജീരിയൽ എബിലിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു സോൾ ട്രേഡറുടെ പ്രത്യേകത, ആ സോൾ ട്രേഡറെ സഹായിക്കുവാൻ മറ്റാരും ഉണ്ടാവില്ല. സോൾ ട്രേഡർ തന്നെയാണ് ബിസിനസ് നടത്തുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത് സോൾ ട്രേഡറാണ്. എല്ലാ കാര്യങ്ങളും സോൾ ട്രേഡർ തന്നെ ചെയ്യുന്നത് കൊണ്ട് മാനേജീരിയൽ എബിലിറ്റി കുറവാണ്. അതേസമയം പാർട്ട്ണർഷിപ്പിനും ഇതേ ലിമിറ്റേഷൻസ് ബാധകമാണ്. കാരണം പാർട്ട്ണർഷിപ്പ് ഫേമിൽ 2-3 ആൾക്കാർ, അല്ലെങ്കിൽ 1-2-ലധികം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ബിസിനസ് നടത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഫേമിനും മാനേജീരിയൽ എബിലിറ്റി കുറവാണ്. പാർട്ട്നേഴ്സ് അവരുടെ കഴിവ് മാത്രം അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് നടത്തുന്നത്. അതേസമയം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി. The main or most important disadvantage of sole proprietorship and partnership firm is unlimited liability. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയും സോൾ പ്രൊപ്രൈറ്ററുടെയും ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ബാധ്യതയ്ക്ക് പരിധികളില്ല. നമുക്കറിയാം, ഒരു സോൾ ട്രേഡർ ബിസിനസ് നടത്തി, ബിസിനസ്സിന് നഷ്ടമുണ്ടായി. ആ നഷ്ടം ഉണ്ടായാൽ ആ നഷ്ടം അയാൾ തന്നെ നികത്തണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കൊച്ചു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ക്യാഷ് ബാലൻസ് ഉണ്ട്. നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ഷോപ്പ് ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നു, 1-2 മാസം നടത്തുന്നു. ഈ 10 ലക്ഷം രൂപ നഷ്ടപ്പെടുന്നു. കൂടാതെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ പണം നിങ്ങളുടെ കയ്യിലും ചിലവായിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു. ഇതെല്ലാം തിരിച്ചടയ്ക്കണം. വേറെ ആരും തിരിച്ചടയ്ക്കില്ല. ഈ 10 ലക്ഷം രൂപയും നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അതിലേറെ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റിയും എല്ലാം കൊടുത്തു തീർക്കുവാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. അതാണ് നമ്മൾ പറയുന്നത് ലയബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് അൺലിമിറ്റഡ്. സോൾ പ്രൊപ്രൈറ്ററുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയും ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ട്സ് ആണ്. എങ്ങനെയാണ് കമ്പനികൾ ഫോം ചെയ്തത്, അല്ലെങ്കിൽ കമ്പനികൾ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? കമ്പനിയുടെ മീനിങ് ഒരിക്കൽ കൂടി പറയുവാണ്. കമ്പനി എന്ന് പറയുന്നത് വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോംഡ് ഇൻ ദ പ്രോസസ് ഓഫ് ലോ ഫോർ അണ്ടർടേക്കിംഗ് എ ബിസിനസ് വെഞ്ചർ. ഒരു ബിസിനസ് സ്ഥാപനം ഏറ്റെടുക്കുന്നതിനു വേണ്ടി നിയമപ്രകാരം സ്വമേധയാ ആൾക്കാർ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 3 ഡിസഡ്വാൻറ്റേജസും, സോൾ പ്രൊപ്രൈറ്ററുടെ 3 ഡിസഡ്വാൻറ്റേജസും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ ആരംഭിച്ചത്. ഒന്നാമത്തേത്, സോൾ പ്രൊപ്രൈറ്റർക്ക് ലിമിറ്റഡ് സോഴ്സസേ ഉള്ളൂ. എന്നാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കൂടുതൽ പണം സമാഹരിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, സോൾ പ്രൊപ്രൈറ്ററുടെ ഡിസഡ്വാൻറ്റേജ്,
മാനേജീരിയൽ എബിലിറ്റി, ലിമിറ്റഡ് ആയിട്ടുള്ള മാനേജീരിയൽ എബിലിറ്റി മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ കമ്പനിക്ക് ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി അല്ല. കാരണം കമ്പനിയെ മാനേജ് ചെയ്യുവാനായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. എക്സ്പേർട്സിനെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി, ഫിനാൻഷ്യൽ സോഴ്സസ് കമ്പനിക്കുണ്ട്. മൂന്നാമത്തേത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇൻ ദ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഓണേഴ്സ് liability is unlimited, but in the case of a joint stock company the liability of shareholders or owners is limited liability ഉള്ളൂ. അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുവാണ്. ബോംബെയിലുള്ള ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ 1000 രൂപ മുഖവിലയുള്ള 10 ഷെയറുകൾ നിങ്ങൾ വാങ്ങിച്ചു. എത്ര രൂപ നിങ്ങൾ പണം മുടക്കിയിട്ടുണ്ട്? 1000 രൂപയുടെ 10 ഷെയറുകൾ, 10000 രൂപ നിങ്ങൾ പണം മുടക്കി ബോംബെയിലുള്ള ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു. ഈ കമ്പനി ബിസിനസ് നടത്തി 1 വർഷം കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് നഷ്ടമായി. കമ്പനിക്ക് ഭീമമായ നഷ്ടം വന്നു. കമ്പനി എത്ര കോടി നഷ്ടം വരുത്തിയാലും ഒരു ഷെയർ ഹോൾഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് 10000 രൂപ മാത്രം. ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡർ ഓഫ് എ കമ്പനി ഈസ് ലിമിറ്റഡ് ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ ഫേസ് വാല്യൂ ആയിട്ട് നിങ്ങൾ 10000 രൂപയുടെ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10000 രൂപ നഷ്ടം ഉണ്ടാകും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകില്ല. അതേസമയം പാർട്ട്ണർഷിപ്പ് ഫേമിലും സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും, പങ്കാളിത്ത സ്ഥാപനത്തിലും ഏകാംഗ ബിസിനസ്സിലും അങ്ങനെയല്ല. നഷ്ടം മുഴുവൻ ബിസിനസ്സുകാരൻ തന്നെ കൊടുത്തു വീട്ടാനായിട്ട് വരും. ആ ഒരു ഡീമെരിറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കമ്പനികൾ ആരംഭിച്ചത്. 3 കാര്യങ്ങൾ ഓർക്കുക. ദ ഡീമെരിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ് ആൻഡ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, namely limited sources, limited managerial ability and unlimited liability. ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള പേരിൽ ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ചത്. നമുക്കറിയാം, ഇന്ത്യയിലെ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് 1956 കമ്പനീസ് ആക്ട് അനുസരിച്ചാണ്. 1956 ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 1956 കമ്പനീസ് ആക്ട്. അതിനുശേഷം 2013 വീണ്ടും കമ്പനീസ് ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 1956 കമ്പനീസ് ആക്ട് അനുസരിച്ചും 2013 കമ്പനീസ് ആക്ട് അനുസരിച്ചുമാണ് ഇന്ത്യയിലെ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ. ഇതിൻ്റെ മെമ്പേഴ്സ് നമ്മൾ പറയുന്ന പേര്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെമ്പേഴ്സിന് പറയുന്ന പേര് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അവർ കൈവശം വച്ചിരിക്കുന്ന ഷെയറുകളുടെ ഫേസ് വാല്യൂ ആയിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കമ്പനിയുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ നമുക്ക് 1-2 ഡെഫിനിഷൻസ് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും ഡെഫിനിഷൻസ് ഉണ്ട്, ഡെഫിനിഷൻസ് നോക്കണം. ഏറ്റവും നല്ല ഡെഫിനിഷൻ ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് ഏറ്റവും നല്ല ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് perpetual succession and common seal. Company is an artificial person created by law with perpetual succession and common seal. Simple definition ആണ്. ആരാണ് ഈ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്? ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. 2 ടേംസ് അവിടെ പറയുന്നുണ്ട്. ഒന്ന് പെർപ്പച്വൽ സക്സഷൻ, 2 കോമൺ സീൽ. കമ്പനിയുടെ 2 പ്രത്യേകതകളാണ് അവിടെ പറയുന്നത്. കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയും. കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്, സ്ഥായിയായ നിലനിൽപ്പുണ്ട്. മറ്റൊന്ന്, കമ്പനിക്ക് ഒരു കോമൺ സീലുണ്ട്. ഇപ്പോൾ ഡെഫിനിഷൻ വൺസ് മോർ നമുക്ക് ആവർത്തിക്കാം. ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ has defined a company as an artificial person created by law with
പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. പെർപ്പച്വൽ സക്സഷനും കോമൺ സീലുമുള്ള ഒരു കൃത്രിമ വ്യക്തിത്വമാണ്, നിയമത്തിൻ്റെ സൃഷ്ടിയായ ഒരു കൃത്രിമ വ്യക്തിത്വമാണ് കമ്പനി എന്നാണ് ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ പറയുന്ന ഡെഫിനിഷൻ. ദെൻ 1956 1956 കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 അനുസരിച്ച് എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്ട്രേഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്ട്രേഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. എവിടെയാണ് ഡെഫിനിഷൻ വന്നിരിക്കുന്നത്? കമ്പനീസ് ആക്ട്. Companies Act 1956 Section 3 Subsection 1 of the Companies Act 1956 has defined a company as a company formed and registered under the Companies Act. Companies Act അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനി. വീണ്ടും Companies Act 2013 has also defined a company. Section 2 Subsection 20. A company incorporated under this act or under any previous law. 2013 കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 20 അനുസരിച്ച് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് ലോ. ഈ നിയമം അനുസരിച്ചോ മുമ്പ് നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും നിയമം അനുസരിച്ചോ രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട കമ്പനി എന്നാണ് 2013 കമ്പനീസ് ആക്ടിൽ കമ്പനിക്ക് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ 3 ഡെഫിനിഷനുകൾ പറഞ്ഞു, 3 മനസ്സിലാക്കുക. ഒന്നാമത്തെ ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ പറഞ്ഞ ഏറ്റവും നല്ല ഡെഫിനിഷൻ, എല്ലാവരും കൃത്യമായിട്ടത് മനസ്സിലാക്കുക. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. കമ്പനി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ സൃഷ്ടിയായ ഒരു കൃത്രിമ വ്യക്തിത്വമാണ്. അതിന് സ്ഥായിയായ നിലനിൽപ്പും ഒരു കോമൺ സീലും ഉണ്ട്. ദെൻ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ഓഫ് ദ കമ്പനീസ് ആക്ട് 1956 എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്ട്രേഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനി എന്ന് മാത്രമേ 1956 കമ്പനീസ് ആക്ടിൽ പറയുന്നുള്ളൂ. അതേസമയം 2013 കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 20 അനുസരിച്ച് പറയുന്നു കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി അതർ പ്രീവിയസ് ലോസ്. ഈ നിയമം അനുസരിച്ചോ എന്ന് പറഞ്ഞാൽ 2013 നിയമം അനുസരിച്ചോ മുമ്പുള്ള നിയമം അനുസരിച്ചോ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനി എന്നാണ് 2013 കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ. നമുക്കറിയാം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് മറ്റ് ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ബിസിനസ് സംരംഭമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ എമർജൻസ് എന്തുകൊണ്ടാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള ബിസിനസ് ഫോമിനെ കുറിച്ച് ആൾക്കാർ ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ, പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെയും ഏകാംഗ ബിസിനസ്സിൻ്റെയും ഡീമെരിറ്റ്സ് ആണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ എമർജൻസിന് കാരണമായി മാറിയത് എന്ന് നമ്മൾ പറഞ്ഞത് ഓർക്കുക. ലിമിറ്റഡ് സോഴ്സസും ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റിയും ഉള്ള പാർട്ട്ണർഷിപ്പ് ഫേംസും സോൾ പ്രൊപ്പറേറ്റർഷിപ്പുകളും ആ ഒരു ബിസിനസ് ഫോമിൽ നിന്ന് മാറി ചിന്തിച്ചപ്പോഴാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ ആരംഭിച്ചത്. ദെൻ നമുക്ക് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരാം. കമ്പനിയുടെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ യുണീക്ക് ഫീച്ചേഴ്സ്, characteristics or unique features of a joint stock company. First one, it has a separate legal entity. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി? ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു പ്രത്യേക നൈയാമിക വ്യക്തിത്വമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രത്യേകതയാണിത്.
ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. സോൾ പ്രൊപ്പറേറ്ററുടെ ബിസിനസ് എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്ററോട് ചേർന്ന് പോകുന്നു. അതിന് പ്രത്യേകമായ ഒരു നൈയാമിക വ്യക്തിത്വമില്ല. കമ്പനിക്ക് അങ്ങനെയല്ല. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബോംബെയിലുള്ള ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കുന്നു. ബോംബെയിലുള്ള കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ബോംബെയിൽ കാണും, കൽക്കട്ടയിൽ കാണും, കൊച്ചിയിൽ കാണും, കാഞ്ഞിരപ്പള്ളിയിൽ കാണും, പല സ്ഥലങ്ങളിൽ കാണും. അവർ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നു. കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ സൃഷ്ടിയായ വ്യക്തിയാണ്. കമ്പനിക്ക് അതിൻ്റെ ഉടമസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ യൂണിക് ഫീച്ചർ എന്ന് പറയുന്നത് ദ ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. രണ്ടാമത്തേത് ലിമിറ്റഡ് ലയബിലിറ്റി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ഈസ് ലിമിറ്റഡ്. പാർട്ണർഷിപ്പ് ഫേം പോലെയോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെയോ അല്ല. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അവരുടെ കൈവശമുള്ള ഷെയറുകളുടെ വാല്യൂ ആയിട്ട് അതിനെ ലിമിറ്റ് ചെയ്തിരിക്കും. നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് അതിൻ്റെ ഉടമസ്ഥരായ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ആൻഡ് ദ തേർഡ് വൺ, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. Separation of ownership and management. The owners of a joint stock company is known as shareholders. When you purchase shares of a joint stock company, then you are the owners of the company. You are known as shareholders of that company. But the management and administration is done by an elected body which is elected from among the shareholders, which is known as board of directors. കമ്പനിയുടെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും വ്യത്യസ്തമാണ്. കമ്പനി ഓൺ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. ആക്ച്വലി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് എ കമ്പനി. ഓഹരി ഉടമകളാണ് കമ്പനിയുടെ ഉടമസ്ഥർ. എന്നാൽ കമ്പനിയെ മാനേജ് ചെയ്യുന്നത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. അവരാണ് കമ്പനിയെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ഓണർഷിപ്പും മാനേജ്മെൻറ്റും വ്യത്യസ്തമാണ്. ഓണേഴ്സ് ഒരു ഗ്രൂപ്പ്, അവർ ഡയറക്റ്റായിട്ട് ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, അവർ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അവർ പണം മുടക്കിയിരിക്കുന്നു. ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതും കമ്പനിയുടെ പോളിസി മാറ്റേഴ്സ്, പോളിസി ഡിസിഷൻസ് എല്ലാം എടുക്കുന്നതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതാണ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, കമ്പനിയുടെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, പെർപ്പച്വൽ സക്സഷൻ. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ്. ലോർഡ് ജസ്റ്റിസ് ഡിൻലെ പറഞ്ഞ ഡെഫിനിഷനിലൊക്കെ അതുകൊണ്ട് കമ്പനിക്ക് കോമൺ സീലും പെർപ്പച്വൽ സക്സഷനും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. എന്താണ് കമ്പനിയുടെ പെർപ്പച്വൽ സക്സഷൻ? കമ്പനിക്ക് സ്ഥായിയായ നിലനിൽപ്പുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഒരു സോൾ പ്രൊപ്പറേറ്റർ, നിങ്ങളുടെ നാട്ടിൽ ഒരു കോഫി ഷോപ്പ് നടത്തുന്ന ഒരു സോൾ പ്രൊപ്പറേറ്റർ, ആ സോൾ പ്രൊപ്പറേറ്ററുടെ ബിസിനസ്സിന് സ്ഥായിയായ നിലനിൽപ്പില്ല. അതിന് കാരണം നിയമത്തിൻ്റെ കണ്ണിൽ ആ സോൾ പ്രൊപ്പറേറ്റർ എപ്പോൾ ബിസിനസ് അവസാനിപ്പിക്കുന്നോ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ എപ്പോൾ മരിക്കുന്നോ ആ ബിസിനസ് അവസാനിച്ചു. ആ ബിസിനസ് അയാളുടെ അവകാശികൾ
ലീഗൽ ഹെയർസ് തുടർന്നേക്കാം, എന്നാൽ അത് മറ്റൊരു ബിസിനസ്സായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത, അങ്ങനെ ഒരു പ്രശ്നമില്ല. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. പെർപ്പച്വൽ സക്സഷൻ, സ്ഥായിയായ നിലനിൽപ്പ്. ഉദാഹരണത്തിന് 2020 എന്ന് പറയുന്ന ഈ വർഷം കുറേ ആൾക്കാർ ചേർന്നൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്തു. ആ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ 1000 മെമ്പേഴ്സ് ഉണ്ട്. ഈ 1000 മെമ്പേഴ്സുള്ള, 1000 ഷെയർ ഹോൾഡേഴ്സുള്ള അല്ലെങ്കിൽ 1000 ഓണേഴ്സുള്ള ഈ ഷെയർ ഹോൾഡേഴ്സിൽ കുറേ ആൾക്കാർ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഷെയറുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. 10 വർഷം അല്ലെ 15 വർഷം കഴിഞ്ഞപ്പോൾ കുറേ ഷെയർ ഹോൾഡേഴ്സ് ഇതിൽ മരിച്ചുപോയി, പുതിയ ഷെയർ ഹോൾഡേഴ്സ് വന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് മാറുകയും പിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തേക്കാം. എന്നാൽ കമ്പനി എന്ന് പറയുന്നത് അനന്തമായിട്ട് നിലനിൽക്കുന്നു. കമ്പനിയെ അവസാനിപ്പിക്കണമെങ്കിൽ, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നിയമപ്രകാരം ലിക്വിഡേഷൻ നടത്തണം. അപ്പോൾ കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നതാണ് കമ്പനിക്ക് സ്ഥായിയായ നിലനിൽപ്പുണ്ട്. കമ്പനി നിയമത്തിൻ്റെ സൃഷ്ടിയായ കൃത്രിമ വ്യക്തിത്വമായതുകൊണ്ട് കമ്പനി അനന്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, കമ്പനിക്ക് ഒരു കോമൺ സീലുണ്ട്. കോമൺ സീൽ. ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെയുടെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപ്പച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. കമ്പനിക്ക് കോമൺ സീലുണ്ട്. കമ്പനി ഇടപാടുകൾ നടത്തുമ്പോൾ, കമ്പനിക്ക് വേണ്ടി, കമ്പനി കരാറുകളിൽ ഏർപ്പെടുമ്പോൾ, കമ്പനി കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുമ്പോൾ, എഗ്രിമെൻറ്റുകൾ ഏർപ്പെടുമ്പോൾ കമ്പനിയുടെ ഒതൻറ്റിസിറ്റിക്ക് വേണ്ടി ഒരു കോമൺ സീൽ യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, ഹ്യൂമൻ ബീയിങ്സ്, നമ്മൾ ഒരു കരാറിൽ ഏർപ്പെട്ടാൽ നമ്മൾ ഏർപ്പെടുന്ന കരാറിൻ്റെ സാധുതയ്ക്ക് വേണ്ടി ആ കരാറിൽ നമ്മൾ സൈൻ ചെയ്യും. അതേസമയം കമ്പനി ഒരു കൃത്രിമ വ്യക്തിത്വമായതുകൊണ്ട് കമ്പനിക്ക് സൈൻ ചെയ്യാൻ സാധിക്കില്ല. കമ്പനിക്ക് വേണ്ടി സൈൻ ചെയ്യുന്ന കമ്പനിയുടെ ഒഫീഷ്യൽസ് ആയിരിക്കും. കമ്പനിക്ക് വേണ്ടി ഒഫീഷ്യൽ സൈൻ ചെയ്യുമ്പോൾ അതിനൊരു ആധികാരികത ലഭിക്കുന്നതിന് വേണ്ടി, ഒരു ഒതൻറ്റിസിറ്റി ലഭിക്കുന്നതിന് വേണ്ടി കമ്പനിയുടെ കോമൺ സീൽ, കമ്പനി ആരംഭിക്കുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോമൺ സീലുണ്ട്, പൊതുവായ ആ സീല് യൂസ് ചെയ്യുന്നു. അപ്പോൾ കമ്പനിയുടെ മറ്റൊരു യൂണീക്ക് ഫീച്ചറാണ് കമ്പനിക്കൊരു കോമൺ സീൽ ഉണ്ട് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് sixth one, transferability of shares. Shares of a joint stock company are freely transferable. കമ്പനിയുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയറുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെയറുകൾ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. അതാണ് കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത, ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം നമുക്കറിയാം, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 3 പേര് ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആരംഭിച്ചു. 3 പേരിൽ ഒരാൾ അയാളുടെ ബിസിനസ് തുടരാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ ആൾ എൻ്റെ ഷെയർ ഒരു തേർഡ് പാർട്ടിക്ക്, 4മതൊരാൾ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരുടെ അനുവാദം അവിടെ ആവശ്യമാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയറുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദെൻ മറ്റൊരു പ്രത്യേകത, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക്. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കമ്പനിയുടെ ലാഭം ഡിവിഡൻഡ് എന്നുള്ള പേരിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. കമ്പനിയുടെ മറ്റൊരു യൂണീക്കായിട്ടുള്ള ഫീച്ചർ അല്ലെ ക്യാരക്ടറിസ്റ്റിക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്. കമ്പനികളുടെ മറ്റൊരു പ്രത്യേകത, റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. It means shareholders has the right to access books of accounts of company. Books of accounts of company. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കുന്നതിനുള്ള, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണുവാനും മനസ്സിലാക്കുവാനും പരിശോധിക്കുവാനുമുള്ള റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. റൈറ്റ് ഓഫ് ആക്സസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്.
അത് കമ്പനിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ദെൻ നെക്സ്റ്റ് വൺ, കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനികൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പൽസറി ആയിട്ട് ആനുവൽ ഓഡിറ്റ് നടത്തണം. ആനുവൽ ഓഡിറ്റ് കമ്പനികളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, കമ്പനിക്ക് ലാഭമായിരിക്കാം, കമ്പനിക്ക് നഷ്ടമായിരിക്കാം, ഏത് സാഹചര്യത്തിലും കമ്പനി എല്ലാ വർഷവും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഓഡിറ്റ് ചെയ്യുന്നതിനോടൊപ്പം ചേർത്ത മറ്റൊരു പോയിന്റ് പറയേണ്ടതുണ്ട്. 10ാമത്തെ പോയിന്റ്, ലാസ്റ്റ് വൺ, മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആനുവൽ ഓഡിറ്റ് നടത്തണം. ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കുന്നതിനുള്ള റൈറ്റ്, അതിനുള്ള ആക്സസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ആ പോയിന്റ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ അല്ലെങ്കിൽ കമ്പനികളുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആർ popularly known as companies and it is the most popular form of business organization. ലോകമെമ്പാടുമുള്ള കണക്ക് നമ്മൾ എടുത്താൽ ഏറ്റവും അധികം ബിസിനസ്സുകൾ നടത്തുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള പേരിലാണ്. മറ്റുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്സ് ഇതെല്ലാം ഉണ്ട്. എങ്കിലും ഏറ്റവും വലിയ ബിസിനസ്സുകളും ഏറ്റവും നമ്പർ ഓഫ് ബിസിനസ്സുകളും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള പേരിലാണ്. ഇപ്പോൾ കമ്പനികളുടെ പ്രത്യേകത ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമുക്ക് 10 പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ്സ് ആണ്. ഒന്ന്, കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. രണ്ടാമത്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ആൻഡ് ദ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ആർ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ദെൻ കമ്പനിക്ക് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. കമ്പനിക്ക് സ്ഥായിയായ നിലനിൽപ്പുണ്ട്. and the shares of company are freely transferable. Then distribution of profits. Profit കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഡിവൈഡ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ് എന്നുള്ള പേരിൽ കൊടുക്കാനായിട്ട് പറ്റും. ദെൻ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ട്രേഡിംഗ് അക്കൗണ്ട്, മാനുഫാക്ചറിങ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ കമ്പൽസറി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പൽസറി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ റൈറ്റ് ഓഫ് ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഇത്രയുമാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ദെൻ നമുക്ക് there are different types of companies. പല തരത്തിലുള്ള കമ്പനികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ഗവൺമെൻറ് കമ്പനി, പല രീതിയിലുള്ള കമ്പനികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. കമ്പനീസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ രീതിയിലാണ് കമ്പനികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. എങ്ങനെയാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ കമ്പനികളെ നമുക്ക് 3 ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഒന്ന്, ചാർട്ടേഡ് കമ്പനികൾ. രണ്ടാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനികൾ. മൂന്നാമത്തേത് രജിസ്ട്രേഡ് കമ്പനികൾ. ചാർട്ടേഡ് കമ്പനികൾ, സ്റ്റാറ്റ്യൂട്ടറി കമ്പനികൾ, രജിസ്ട്രേഡ് കമ്പനികൾ. ചാർട്ടേഡ് കമ്പനികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് കമ്പനീസ് ആർ ഫോംഡ് ബൈ റോയൽ ചാർട്ടർ ഓഫ് കിങ് ഓർ ക്യൂൻ. രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ പ്രത്യേക കൽപ്പന പ്രകാരം ആരംഭിക്കുന്ന കമ്പനിക്ക് പറയുന്ന പേരാണ് ചാർട്ടേഡ് കമ്പനീസ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മറ്റൊരു എക്സാമ്പിൾ, ചാർട്ടേഡ് കമ്പനികൾ.
രാജാവിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ആരംഭിക്കുന്ന കമ്പനികൾ. ദെൻ രണ്ടാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനികൾ. സ്റ്റാറ്റ്യൂട്ടറി കമ്പനികളുടെ പ്രത്യേകത, ഈ കമ്പനികൾ ആരംഭിക്കുന്നത് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിൽ പ്രത്യേക നിയമം പാസ്സാക്കിക്കൊണ്ടാണ്. These companies are formed by the enactment of statute in the parliament or state legislative assembly. സംസ്ഥാന നിയമസഭകളിലോ പാർലമെൻറ്റിലോ നിയമം പാസ്സാക്കിക്കൊണ്ട് ആരംഭിക്കുന്ന കമ്പനികൾക്കാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. പല എക്സാമ്പിൾസ് നമുക്കുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ONGC ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. ESIC എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. ഈ കമ്പനികളുടെ പ്രത്യേകത പാർലമെൻറ്റിലോ സംസ്ഥാന നിയമസഭകളിലോ നിയമം പാസ്സാക്കിക്കൊണ്ടാണ് ഈ കമ്പനികൾ ആരംഭിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് രജിസ്റ്റേർഡ് കമ്പനികൾ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രജിസ്റ്റേർഡ് കമ്പനികൾ എന്ന് പറയുന്നത് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ ദർ ആർ 3 types of companies: chartered companies, statutory company and registered company. ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത് ഒരു റോയൽ ചാർട്ടറിലൂടെ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ പ്രത്യേക കൽപ്പന പ്രകാരം ആരംഭിക്കുന്ന കമ്പനിയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ എക്സാമ്പിൾസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി പാർലമെൻറ്റിൽ പ്രത്യേക നിയമം പാസ്സാക്കിയാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, LIC ഒക്കെ എക്സാമ്പിൾസ് ആണ്. രജിസ്റ്റേർഡ് കമ്പനി കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളാണ്. ദെൻ ഓൺ ദ സെക്കൻഡ് വൺ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്പനികളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ദെൻ unlimited companies. There are 3 types of companies on the basis of liability of shareholders. First one, companies limited by shares, limited by shares, limited by guarantee and unlimited companies. What is the speciality of companies limited by shares? In the case of companies limited by shares, the liability of shareholders is limited to the face value of shares held by them. ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൈവശമിരിക്കുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ ആയിട്ട് ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അതിനാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ദ ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് എ ഗ്യാരണ്ടീഡ് സം. ഷെയർ ഹോൾഡേഴ്സ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഒരു തുകയാണ് അവരുടെ ലയബിലിറ്റി. നമ്മളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ആണ്. ആദ്യത്തേത് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഷെയറിൻ്റെ വാല്യൂ ആയിട്ട് ലയബിലിറ്റി ലിമിറ്റ് ചെയ്ത കമ്പനികൾ. ഒരു നിശ്ചിത എമൗണ്ട് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന എമൗണ്ട് ലയബിലിറ്റി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ. അൺലിമിറ്റഡ് കമ്പനി. ഇൻ ദ കേസ് ഓഫ് അൺലിമിറ്റഡ് കമ്പനീസ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഉള്ളത്. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഷെയർ ഹോൾഡേഴ്സിന് ഉള്ളത്. ഓക്കെ, ദെൻ തേർഡ് വൺ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് public interest. On the basis of public interest, there are 3 types of companies: public company, private company, OPC. OPC means one person company. There are 3 types of company on the basis of public interest: public company, private company, one person company. പബ്ലിക് കമ്പനിയുടെ പ്രത്യേകത, പബ്ലിക് കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫറബിൾ ആണ്. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഷെയർസ് ഓഫ് പബ്ലിക് കമ്പനി ആർ ട്രാൻസ്ഫറബിൾ ആൻഡ് ദേ ക്യാൻ ഇൻവൈറ്റ് പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. ഷെയർ വാങ്ങുന്നതിന് വേണ്ടി പബ്ലിക്കിനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. നോ മാക്സിമം ലിമിറ്റ്, ഇത്ര ഷെയർ ഹോൾഡേഴ്സേ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റൊന്നും അവിടെയില്ല. അതാണ് പബ്ലിക് കമ്പനിയുടെ പ്രത്യേകത. എന്നാൽ പ്രൈവറ്റ് കമ്പനിയുടെ പ്രത്യേകത,
ഇറ്റ് റെസ്ട്രിക്ട്സ് ദ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയില്ല, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയില്ല. പബ്ലിക്കിനെ ഷെയർ വാങ്ങാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. മാക്സിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 100. ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി മാക്സിമം, മിനിമം 2 പേര് മതി. മാക്സിമം നമ്പർ ഈസ് റെസ്ട്രിക്റ്റഡ് ടു 100 പേഴ്സൺസ് ആയിട്ട്, 100 പേരായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. പബ്ലിക് കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാം. പബ്ലിക് കമ്പനിക്ക് പൊതുജനങ്ങളെ ഷെയർ വാങ്ങുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം, പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടത്താം. മാക്സിമം നമ്പർ ലിമിറ്റ് ചെയ്തിട്ടില്ല. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ മാക്സിമം 100 ഷെയർ ഹോൾഡേഴ്സേ പറ്റത്തുള്ളൂ. ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ അനുവാദമില്ല. പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടത്തി പൊതുജനങ്ങളെ പരസ്യം ചെയ്ത് പൊതുജനങ്ങളെ ഷെയർ വാങ്ങുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തേത് 1 പേഴ്സൺ കമ്പനി. നമുക്ക് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോം അല്ല 1 പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. കേരളത്തിൽ 1-2 കമ്പനികൾ മാത്രമേ 1 പേഴ്സൺ കമ്പനിയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത, ദർ ഈസ് ഓൺലി 1 പേഴ്സൺ ഇൻ ദാറ്റ് കമ്പനി ആസ് മെമ്പർ ഓർ ആസ് ഷെയർ ഹോൾഡറായിട്ട് ഒരാൾ മാത്രമുള്ള പ്രത്യേക നിയമങ്ങളാണ് അതിനുള്ളത്. ആ നിയമം അനുസരിച്ചാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് കമ്പനികൾ ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി. ചാർട്ടേഡ് കമ്പനി റോയൽ ചാർട്ടർ വഴി ആരംഭിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി പാർലമെൻറ്റിലെ നിയമം വഴി ആരംഭിക്കുന്നു. രജിസ്റ്റേർഡ് കമ്പനി കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ദാറ്റ് മീൻസ് liability of shareholders is restricted to the face value of shares held by them. And in the case of companies limited by guarantee, their liability is limited to an agreed amount, guaranteed amount. അവർ ഗ്യാരണ്ടി ചെയ്ത ഒരു എമൗണ്ട് വരെ അവർക്ക് ലയബിലിറ്റി ഉണ്ട്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് അൺലിമിറ്റഡ് കമ്പനീസ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് ഓൺ ദ ബേസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്, ദർ ഈസ് പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് 1 പേഴ്സൺ കമ്പനി. ഒരാൾ മാത്രമുള്ള കമ്പനി, 100 അംഗങ്ങൾ മാത്രമുള്ളതും അതേസമയം ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാത്തതുമായ പ്രൈവറ്റ് കമ്പനികൾ, ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന പബ്ലിക് കമ്പനികളും. ഇതാണ് ജനറലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അത് കൂടാതെ മറ്റു ചില കമ്പനികൾ നമുക്ക് സാധാരണയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി, സബ്സിഡറി കമ്പനി. ഓക്കെ, domestic company, some other forms of company. Domestic company, a company which is registered in India is known as domestic company. A company which is registered in India, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് നമ്മൾ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ, ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി, വാട്ട് ഈസ് ഫോറിൻ കമ്പനി? A company which is registered in a foreign country but it has business operation in India. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തത് US-ലാണ്, പക്ഷേ കമ്പനിക്ക് ഇന്ത്യയിൽ ബിസിനസ് ഉണ്ട്, ഇന്ത്യയിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ കമ്പനിക്ക് നമ്മൾ പറയുന്ന പേര് ഫോറിൻ കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി, ഫോറിൻ കമ്പനി, ഡൊമസ്റ്റിക് കമ്പനി ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞു, ഇന്ത്യയിൽ 18 ലക്ഷത്തോളം കമ്പനികളുണ്ട്, 12 ലക്ഷം ആക്റ്റീവ് കമ്പനികളുണ്ട്. അതെല്ലാം ഡൊമസ്റ്റിക് കമ്പനികളാണ്. ഫോറിൻ കമ്പനിയുടെ പ്രത്യേകത, ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഒന്നുമില്ല, they were registered in a foreign country but they have business operation in India. ഇന്ത്യയിൽ ബിസിനസ് ഓപ്പറേഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനിയുടെ പ്രത്യേകത, 51% ഓഫ് shares are held by central government or state government or jointly by central government and state government. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുമിച്ച് ചേർന്നോ അല്ലാതെയോ, അല്ലെങ്കിൽ ഗവൺമെൻറ് 51% ഷെയറുകൾ കൈവശം വച്ചിരിക്കുന്ന കമ്പനികളാണ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും, ഗവൺമെൻറ് കമ്പനി. ദെൻ നെക്സ്റ്റ് വൺ, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി. Holding company and subsidiary company. When a joint stock company holds 51% shares of another company, it
It is known as holding company. And the latter company is known as subsidiary company. For example, X Limited holds 70% shares of Y Limited. Both are Indian companies. X Limited holds 70% shares of Y Limited. X Limited, Y Limited എന്ന് പറയുന്ന കമ്പനിയുടെ 70% ഷെയറുകളും കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കമ്പനിക്ക് പറയുന്ന പേര് എക്സ് ലിമിറ്റഡിന് നമ്മൾ എന്ത് പേര് പറയും? ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പേരൻറ്റ് കമ്പനി എന്ന് പറയും. അതേസമയം വൈ ലിമിറ്റഡിന് സബ്സിഡറി കമ്പനി എന്ന് പറയും. റിലയൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. ആ റിലയൻസ് ഗ്രൂപ്പിന് ധാരാളം സബ്സിഡറീസ് ഉണ്ട്. ജിയോ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സബ്സിഡറി കമ്പനികളാണ്. ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ പല സബ്സിഡറീസ് ഉണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഉൾപ്പെടെ TCS ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അതാണ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ മറന്നു പോകരുത്. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ നമ്മൾ 3 കമ്പനികളെ ക്ലാസിഫൈ ചെയ്തു. ഓൺ ദ ബേസ് ഓഫ് ലൈബിലിറ്റി കമ്പനികളെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തു. ഓൺ ദ ബേസിസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് കമ്പനികളെ 3 ക്ലാസിഫൈ ചെയ്തു. Then there are certain other types of company: domestic company, foreign company, government company, holding company, subsidiary company. Right? Domestic company is a company which is registered in India, and foreign company is a company which is registered in a foreign country but has business operation in India. Government, in the case of government company, 51% of shares are held by the government, and in the case of holding company, it holds more than 51% of shares of another company, and that company is known as holding company, and the latter company is known as subsidiary company. ഓക്കെ, നമുക്കൊന്ന് ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നോക്കാം. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ എമർജൻസ് എന്ന് പറയുന്നത് തന്നെ കമ്പനികളുടെ അല്ലെങ്കിൽ കമ്പനികൾ ആരംഭിക്കുവാനുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും ഡിസഡ്വാൻറ്റേജസിൽ നിന്നാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എമർജ് ചെയ്തത്. പ്രധാനമായിട്ടും 3 ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞു. ലിമിറ്റഡ് സോഴ്സസ് ഓർ ലിമിറ്റഡ് റിസോഴ്സസ്, ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി. ഈ 3 ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആരംഭിച്ചത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആർ പോപ്പുലർലി നോൺ ആസ് കമ്പനീസ്. ഇന്ത്യയിലെ കമ്പനികളെ ഗവേൺ ചെയ്യുന്ന 2 നിയമങ്ങൾ: 1956 കമ്പനീസ് ആക്ട്, 2013 കമ്പനീസ് ആക്ട്. ഈ 2 കമ്പനീസ് ആക്റ്റുകളാണ് ഇതിനെ ഗവേൺ ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിലെ എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കമ്പനികൾ തന്നെയാണ്. കമ്പനിയുടെ ഡെഫിനിഷൻ നിങ്ങൾ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനും ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ പറഞ്ഞ ഒരു ഡെഫിനിഷനും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലെ പറഞ്ഞ ഡെഫിനിഷൻ. ദെൻ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് റീകളക്ട് ചെയ്യണം. അത് കമ്പനി യൂണിക്കായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുള്ള, ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള ഒരു സ്ഥാപനമാണ് കമ്പനി. ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് സെപ്പറേറ്റഡ് ആണ്. കമ്പനി ഹാസ് എ കോമൺ സീൽ. കമ്പനി ഹാസ് പെർപ്പച്വൽ സക്സഷൻ. ഷെയർസ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ദർ ഈസ് എ പ്രൊവിഷൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്സ്. Company must maintain books of accounts as per the Companies Act, and annual audit is also compulsory. Company has the shareholders of a company has the right to access books of accounts. Books of accounts access ചെയ്യാനുള്ള റൈറ്റ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. Then there are different types of companies. On the basis of incorporation, we can classify companies on the basis of incorporation, on the basis of liability, on the basis of public interest, and there are certain other types: domestic company, foreign company, government company, holding company and subsidiary company. ഇതുപോലുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.